നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ ഡൽഹിയിൽ നടക്കുന്ന തെമ്മാടിത്തരത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങളോടാണ്. വിദ്യാഭ്യാസത്തിന്റെ വിലയറിയാത്ത നിങ്ങൾക്കും നിങ്ങളുടെ അണികൾക്കും ഈ രാജ്യത്തെ വിദ്യാഭ്യാസം എന്തെന്നറിയുന്ന, വിദ്യാഭ്യാസത്തിന്റെ കഷ്ടപ്പാടെന്നറിയുന്ന യുവതലമുറയെ ഇങ്ങനെ അടിച്ചമർത്താൻ എന്താണ് അവകാശം? ലാത്തിക്കുള്ളിൽ ആണികേറ്റിയും അവരുടെ കൈയും കാലും തലയും എല്ലാം അടിച്ച് ചോര വാർന്നു പോകുന്ന വീഡിയോകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ നെയിം ബോർഡ് പോലും ഇല്ലാതെ പോലീസ് എന്ന യൂണിഫോം ഇട്ടിട്ട് അടിക്കുന്ന RSSന്റെ ഗുണ്ടകളെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങൾ ഇല്ലാതാക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു തലമുറയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ പ്രായഭേദമില്ലാതെയാണ് നിങ്ങളുടെ RSS ഗുണ്ടകൾ ഈ യുവതലമുറയെ ഇല്ലാതാക്കുന്നത്, ഇന്ത്യയുടെ ഭാവിയെ ഇല്ലാതാക്കുന്നത്. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിരുന്നാണ് ഓരോ വിദ്യാർത്ഥികളും നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ട് നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത് കാരണം എക്സാം റദ്ദാക്കി. അത് കാരണം സൂയിസൈഡ് ചെയ്തത് 14 പേരാണ്. ആ 14 പേർക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹം, ഈ രാജ്യത്തിന്റെ യുവതലമുറ അവരുടെ കയ്യിലിരുന്ന പുസ്തകം മാറ്റിവെച്ചിട്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയെങ്കിൽ അവരാവശ്യപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ക്രമക്കേടുകളിൽ പങ്കുവഹിച്ച ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യം മുൻപോട്ട് വെച്ച് വിദ്യാർത്ഥികൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ നടപടി എടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അത് ചോദ്യം ചെയ്യാൻ വരുന്നവരെ ഇങ്ങനെ പട്ടിയെ പോലെ തല്ലി ചതയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഈ രാജ്യത്തിന്റെ യുവതലമുറ, ഈ രാജ്യത്തിന്റെ ഭാവിയെ അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യം നിങ്ങൾ ഇനി എങ്ങനെ ഭരിക്കാൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് കാണണം. ഈ രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇത് ഞാനിവിടെ പറഞ്ഞതുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ അനുയായികൾ എനിക്കെതിരെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറയുക, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ചോദിക്കണമെങ്കിൽ ചോദിക്കും. കാരണം ഞാനും നീയും അടങ്ങുന്ന എല്ലാവരും ജീവിക്കുന്ന നാട്ടില് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ എല്ലാത്തിനും പൊക്കത്ത് കയറിയിരുന്നുണ്ടല്ലോ. നീ ഞാനൊക്കെ പോയി ചത്താ മതിയടാ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാല് വയ്യാത്തവരെ കണ്ണടിച്ചു പോകും, പനിയായിട്ട് പോകുന്നതിന് ക്യാൻസർ വരും. വിദ്യാഭ്യാസം ഇല്ലാത്തവർ കയറി എഴുതി തരുന്ന ഉണ്ടാക്കിയാലേ നീയൊക്കെ ചത്തുപോകും.